കാലത്ത് പെൺകുട്ടികൾ പോലും മാരേജ് വേണ്ടെന്ന് പറയുന്നതിനുള്ള ഒരു പ്രധാന റീസണും ഇത് തന്നെയാണ്. ഒരു നല്ല റിലേഷൻഷിപ്പ് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പം നമ്മുടെ സ്വന്തം വീട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ ലൈഫിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ലൈഫിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആയിക്കോട്ടെ, നമ്മുടെ അടുത്തുള്ള വീട്ടുകാരുടെ ആയിക്കോട്ടെ, എവിടെ നോക്കിയാലും നമുക്കൊരു നല്ല റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നോ രണ്ടോ ഉണ്ടാവത്തുള്ളൂ അല്ലേ. എപ്പോഴും ഒന്നല്ല, അല്ലെങ്കിൽ ഒരു ഫാമിലി ഉണ്ടാവും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നും അതേ കൂടിയ ഒന്നും കൂടെ കാണും. അതേ കൂടി ഒന്ന് ഒരു നല്ല റിലേഷൻഷിപ്പ് കാണുന്നില്ല, ഒന്നെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കളറിൻ്റെ പേരിൽ, ഇപ്പോൾ കണ്ടില്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിക്കാറിയാമേ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം പെൺകുട്ടികൾക്ക് പേടി തന്നെയാണ് ഒരു പുതിയൊരു മാരേജ് ലൈഫിലോട്ട് കയറാൻ. ഒരിക്കലും ഇന്നത്തെ പെൺകുട്ടികൾ ഭയങ്കര സെറ്റപ്പ് ഫാമിലിയോ, അല്ലെങ്കിൽ ഭയങ്കര ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളതോ, അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയോ ഒന്നുമല്ല നോക്കുന്നത്. കാരണം ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാം അല്ലേ. നമ്മുടെ ചുറ്റിനുമുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കാം. അതേസമയം നമ്മുടെ ചുറ്റിനും നല്ല നല്ല റിലേഷൻഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇന്നത്തെ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ നോക്കുന്നതെന്ന് പറയുമ്പോൾ ഈ സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ ആഡംബരങ്ങളും ഒന്നും ഒരിക്കലും ഒരു നല്ല വ്യക്തി അല്ലേ, നമ്മളെ റെസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്യുക, ഒരു ഓപ്പൺ കോൺവെർസേഷൻ നടത്തുക, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഒരു നല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലാണ് ഇരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ഇമ്പ്രൂവ് ചെയ്യും. അതായത് നമുക്ക് എന്തെങ്കിലും ലൈഫിൽ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളോട് നമ്മുടെ കാര്യങ്ങൾ എന്താ പറയുക, നമ്മൾ